നെക്സ്റ്റ് ഡേ മോർണിംഗ് കുറച്ച് ലേറ്റായിട്ടാണ് രാവിലെ എഴുന്നേറ്റത്. അപ്പോൾ രാവിലെ എനിക്ക് മോൾക്ക് മാത്രം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത്. സിമ്പിളായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലേദിവസത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഒരു 2-3 ഇഡ്ഡലിയുടെ മാവ് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ദോശ മാവാക്കി എടുത്തു. ഇനി അതിൽ കുറച്ച് വെജിറ്റബിൾസും മുട്ടയൊക്കെ ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു തണ്ട് കറിവേപ്പില ഇത്രയും എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അത് ചോപ്പറിലിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തു. അപ്പോൾ അതൊരു പാത്രത്തിലോട്ടാക്കിയിട്ട് ഒരു മുട്ട, ഒരു വലിയ സ്പൂണോളം ചിക്കൻ മസാല, പിന്നെ ഒരു കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തെളിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ദോശമാവ് ഒഴിച്ച് അതൊരുവിധം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നില്ലേ വെജിറ്റബിൾസ് മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറിച്ചിടുക. കുറച്ചും കൂടെ വെളിച്ചെണ്ണ സൈഡിലൊക്കെ ഒന്ന് തൂക്കി കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും കുഞ്ഞു മക്കൾക്ക് നല്ല ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റായിരുന്നു.